friends, welcome to my new video. In this video we'll learn about divide and conquer. ഇന്ന് ഈ വീഡിയോ പഠിക്കാൻ പോകുന്നത് ഡിവൈഡ് ആൻഡ് കൺക്വർ ആണ്. ഇനി മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിവൈഡ് ആൻഡ് കൺക്വർ, അതിനെ കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്നത് ജനറൽ മെത്തേഡ്സ് ആണ്. അതായത് നമ്മുടെ ഡിവൈഡ് ആൻഡ് കൺക്വർ എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രോബ്ലം എടുക്കാം. ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യണം. ആ സോൾവ് ചെയ്യാൻ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഒരു വലിയ പ്രോബ്ലത്തിന് ഒറ്റയടിക്ക് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിനുവേണ്ടി ആ വലിയ പ്രോബ്ലത്തിന് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യും. അതായത് ഓരോ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് മാറ്റും. അത് കഴിഞ്ഞിട്ട് ആ ചെറിയ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യും. ആ സോൾവ് ചെയ്ത പ്രോബ്ലംസ്, അതായത് സോൾവ് ചെയ്ത സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ ഒരുമിച്ച് പിന്നെയും കമ്പൈൻ ചെയ്യും. അപ്പൊ ആ വലിയ പ്രോബ്ലത്തിന് വലിയ സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ ഡിവൈഡ് ആൻഡ് കൺക്വർ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വേർഡ്സിൽ എഴുതിയിരിക്കുന്നത്. The divide and conquer strategy will compute a problem with n inputs by splitting the inputs into k distinct subsets, 1 less than k less than or equal to n, yielding k subproblems. അതായത് നമുക്ക് ഒരു വലിയൊരു പ്രോബ്ലത്തിനെ ചെറിയ സബ് പ്രോബ്ലംസ് ആക്കുന്നു. പിന്നെ സബ് പ്രോബ്ലംസ് ആർ സോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കമ്പൈൻ സബ് സൊല്യൂഷൻസ്, ആ സൊല്യൂഷൻസ് ഒക്കെ കമ്പൈൻ ചെയ്യും. Can reapply divide and conquer strategy if subproblems are relatively large. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനെയും കമ്പൈൻ ചെയ്യും. അതാണ് അടുത്തത്. ഈ സബ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് റിസൾട്ട് ചെയ്യുന്നത് ഒറിജിനൽ പ്രോബ്ലം എന്താണോ അതിന്റെ സൊല്യൂഷൻ ആയിരിക്കും ഈ സബ് പ്രോബ്ലംസ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതാണ് ഇവിടെ വേർഡ്സിൽ എഴുതിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നോക്കാം. ദെൻ അടുത്ത് നമ്മൾ നോക്കാൻ വന്ന ഡിവൈഡ് ആൻഡ് കൺക്വറിന്റെ ആൽഗോരിതം ആണ്. ആൽഗോരിതത്തിൽ നമുക്ക് പറയാൻ പോകുന്നത് ഫസ്റ്റ് എന്നാന്ന് പറയുന്നത് ആൽഗോരിതം DA, അതായത് ഡിവൈഡ് ആൻഡ് കൺക്വർ എന്നുള്ള സെറ്റപ്പിന്റെ അത് ചെറുതാക്കി എടുക്കുന്നത്. P എന്ന് പറയുന്നത് പ്രോബ്ലം. അപ്പൊ നമ്മൾ തുടങ്ങുകയാണ്. ഇഫ് എൽസ് കണ്ടീഷൻ ആണ് തുടങ്ങുന്നത്. ഇഫ് സ്മോൾ p then return SP. അതായത് ഇഫ് ചെറിയ പ്രോബ്ലം ആണെങ്കിൽ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ പ്രിന്റ് ചെയ്യാം. അല്ലെങ്കിൽ എൽസ് എന്താ, ഡിവൈഡ് p into smaller instance p1 p2 etc to pk k greater than or equal to 1. Apply DA and C to each this subproblems. Return combine DA something. അതായത് പ്രോബ്ലം ചെറുതാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുക. അതല്ലെങ്കിൽ പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലംസ് ആക്കുക. ആ സബ് പ്രോബ്ലംസിനെ റീകമ്പൈൻ, അതായത് റിട്ടേൺ ചെയ്ത് എന്താണ് എഴുതേണ്ടത്, കമ്പൈൻ ചെയ്ത സംഭവങ്ങൾ ഒരുമിച്ച് ചെയ്യും. അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആൽഗോരിതം. ഈ ആൽഗോരിതം പഠിക്കണം. ആൻഡ് ദെൻ ഇതിന്റെ റെക്കറൻസ് റിലേഷൻസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. T of n equal G of n സ്മോൾ ആയിരിക്കും. T of n1 plus T of n2 plus etc to T of nk plus fn. അങ്ങനെ. അതായത് ടി എൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈഡ് ആൻഡ് കൺക്വർ നടക്കുന്ന ഇൻപുട്ട് നമ്മളൊരു അറയിലായിരിക്കുമല്ലോ ചെയ്തേക്കുന്നത്. ആ അറയുടെ സൈസിന് നമ്മൾ n ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അതിന്റെ ടൈമിനെയാണ് ടി ഓഫ് എൻ എന്ന് പറയുന്നത്. പിന്നെ ജി ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ടൈം കമ്പ്യൂട്ട് ചെയ്ത് ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും. അതിനെയാണ് ജി ഓഫ് എൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആ ഡിവൈഡ് ആൻഡ് കൺക്വറിന്റെ റെക്കറൻസ് റിലേഷന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോമാണ് ഈ കാണിച്ചേക്കുന്നത്. നെക്സ്റ്റ് ബൈനറി സെർച്ച് ആൽഗോരിതം. ബൈനറി സെർച്ച് ആൽഗോരിതത്തിൽ പറയണത് വെച്ചാൽ നമുക്ക് ഒരു ആൽഗോരിതം സെർച്ച് ചെയ്ത് ബൈനറി ഫോമിലാണെങ്കിൽ ബൈനറി സെർച്ച് ആൽഗോരിതം കൂടുതൽ നമുക്ക് പഠിക്കാം. നമ്മൾ ഒരു എലമെന്റിനെ സെർച്ച് ചെയ്തത് ഒരു സോർട്ടഡ് അറയിലാണെങ്കിൽ അറയിൽ ആ ഒരു രീതിയിൽ സോർട്ടഡ് അറയിൽ നമുക്ക് സെർച്ച് ചെയ്യുന്ന സെറ്റപ്പാണ് ബൈനറി സെർച്ച് ആൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ബി സോർട്ടഡ് ബിക്കോസ് അപ്രോച്ച് ഓൺലി ഓപ്പറേറ്റ് ഓൺ സോർട്ടഡ് അറേ. അതായത് ഈ അപ്രോച്ച് എന്ന് പറയുന്നത് സോർട്ടഡ് അറേന്നായിരിക്കും നമുക്ക് ഈ എലമെന്റ്സിനെ സെർച്ച് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എന്തായാലും ഫസ്റ്റ്ലി സോർട്ടഡ് ചെയ്യണം. എലമെന്റ്സ് എന്നുണ്ടെങ്കിൽ അതിനെ സോർട്ട് ചെയ്യണം. ഇതിനകത്ത് കുറെ ഹൈഡ്രേഷൻ നമ്പർ കൂടുന്നതനുസരിച്ച് ബൈനറി സെർച്ച് കുറയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലീനിയർ സെർച്ച് ടെക്നിക്കാണ്. നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഫസ്റ്റ് എന്ന് പറയുന്നത് സോർട്ടഡ് അറേ നമ്മൾ എഴുതിയേക്കാണ്. ഇതിന്റെ എലമെന്റ് നമുക്ക് സെർച്ച് ചെയ്ത എലമെന്റ് 56 ആണ്. 56 എവിടെ കിടക്കണേന്ന് നമുക്ക് നോക്കണം. നോക്കിയേ, ഇതിനകത്ത് 7 നെക്സ്റ്റിലാണ് 56 കിടക്കുന്നത്. അതായത് ഇതാണ് ഒരു അറേ. അറയിൽ
ഇത് ഫസ്റ്റ് ഇൻഡെക്സ് 0 അങ്ങനെ മുതൽ 8 ഇൻഡെക്സ് വരെ ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കേണ്ടത് കമ്പ്യൂട്ട് ചെയ്യാൻ പോണാണ്. നമ്മൾ സോർട്ടഡ് അറേ എടുത്തു. ആ അറയിൽ കെ എന്ന് പറയുന്നത് 56 എന്നുള്ള ഒരു എലമെന്റ് ആണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സെർച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് മിഡ് ഈക്വൽ ടു ബിഗ് പ്ലസ് എൻഡ് ഡിവൈഡ് ബൈ 2. അതായത് നമുക്ക് ഇൻഡെക്സ് ഏതൊക്കെ ഇൻഡെക്സ് ആണോ ഫസ്റ്റത്തെ ലാസ്റ്റത്തെ അത് പ്ലസ് ചെയ്യുക, പിന്നെ അത് വെച്ച് ഡിവൈഡ് ചെയ്യുക 2. അതായത് മിഡിൽ പോർഷൻ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. അതായത് ഇതിൽ ഫസ്റ്റ് ഇൻഡെക്സ് 0യും ലാസ്റ്റ് ഇൻഡെക്സ് 8ഉം ആണ്. അപ്പൊ 0 + 8 ഡിവൈഡ് ബൈ 2 അത് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പൊ ചെയ്യുമ്പോൾ 4 കിട്ടും. അതാണ് നമ്മുടെ മിഡിൽ അറേ. അപ്പൊ 4 ഏതാണ്? 39 ആണ്. അപ്പൊ നമ്മൾ അത് ഫസ്റ്റ് ചെയ്തേക്കാം. മിഡിൽ എന്ന് പറയുന്നത് 39 ആണ്. അപ്പൊ 39 എന്ന് പറഞ്ഞത് കെനേക്കാൾ ചെറുതാണ്. അത് 39 ലെസ് ദാൻ 56. ഓക്കെ, സോ ബിഗിനിങ് ഈക്വൽ ടു മിഡ് പ്ലസ് 1. അതായത് ഈ നമ്മുടെ കെനേക്കാൾ ചെറുതാണ് ഇപ്പൊ കിട്ടിയ മിഡിന്റെ വാല്യൂ എങ്കിൽ നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിഡിൽ പ്ലസ് 1, ആ കിട്ടിയ മിഡ് പ്ലസ് ഒന്നും കൂടി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടിയ ഇൻഡെക്സ് എന്ന് പറയുന്നത് 4th ഇൻഡെക്സ് ആണ്. അതിന്റെ ഒപ്പം ഒന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ 5 എന്ന് പറയുന്നത് നമുക്ക് ഒരു ബിഗിനിങ് വാല്യൂ ആയിട്ട് കിട്ടി. ഇനി എൻ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ ഇനി 5 മുതൽ 8 വരെയുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ 5 + 8 13. 13 by 2 6. അപ്പൊ ആറാമത്തെ ഇൻഡെക്സ് കിടക്കണം നോക്കാം. 51 എന്ന് പറഞ്ഞാൽ 56നേക്കാൾ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ബിഗിനിങ് പിന്നെയും സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമുക്ക് ഇവിടെ എന്താണോ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മിഡിൽ പോർഷൻ കിട്ടും. ആ മിഡിൽ പോർഷൻ കെനേക്കാൾ കുറവാണെങ്കിൽ ആ കിട്ടിയ വാല്യൂ അത് നമ്മൾ ബിഗിനിങ് ആയിട്ട് എടുക്കുക, പിന്നെ ബിഗിനിങ് ഇൻഡെക്സ് ആക്കി എടുക്കുക, പിന്നെ ഇൻഡെക്സിന്റെ ആ അറേയുടെ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് എൻഡ് വാല്യൂ ആയിട്ട് എടുക്കുക. അങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ 6 കിട്ടി. 6 ഇൻഡെക്സിൽ 51 ആണ്. അത് 56 അല്ല, നമുക്ക് കിട്ടേണ്ട ആൻസർ 56 ആയിരുന്നു. അപ്പൊ നമുക്ക് 56നേക്കാൾ കുറവാണ് 51 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രൊസീജിയർ പിന്നെയും ചെയ്യാം. അപ്പൊ മിഡ് പ്ലസ് 1, അതായത് ഇപ്പൊ കിട്ടിയേക്കുന്ന വാല്യൂ ബാലൻസ് നോക്കാം. 51 കിട്ടി. 51 ഇതിനേക്കാൾ കുറവാണ്, 56നേക്കാൾ കുറവായതുകൊണ്ട് തന്നെ ഈ 6th ഇൻഡെക്സിനോടൊപ്പം +1 ആഡ് ചെയ്യാം. അപ്പൊ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടി, 7 കിട്ടി. അപ്പൊ 7 മുതൽ 8 വരെ നോക്കാം. അതിന്റെ പാതി എടുക്കാം, മിഡ്. അപ്പൊ 8. അപ്പൊ 7 ആണ് ഇപ്പൊ നമ്മുടെ ബിഗിനിങ് ആയിട്ട് എടുക്കുന്നത്. 7 + 8. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 50. 15 by 2 എന്ന് പറയുന്നത് 7 ആയിട്ട് കിട്ടും. അപ്പൊ 7th ഇൻഡെക്സ് നോക്കാം. 7th ഇൻഡെക്സിൽ നമുക്ക് വേണ്ട എലമെന്റ് എന്താണോ ആ എലമെന്റ് ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. സോ ദാറ്റ് ടു സ്റ്റോപ്പ് ദ പ്രോബ്ലം വി ഗോട്ട് ദ സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എലമെന്റ് ഫൗണ്ട് അറ്റ് 7th ലൊക്കേഷൻ ഓഫ് അറേ എന്ന് പറഞ്ഞ് നമുക്ക് അത് കൺക്ലൂഡ് ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ബിൻ സെർച്ച്, അതായത് ബൈനറി സെർച്ചിന്റെ നമ്മൾ ഇപ്പൊ ചെയ്തത് ബൈനറി സെർച്ചിന്റെ പ്രോബ്ലം ആണ്. ആ പ്രോബ്ലത്തിന്റെ ആൽഗോരിതം നമുക്ക് നോക്കാം. ആൽഗോരിതം ആണ് ഇത്. ആൽഗോരിതം ബൈനറി സെർച്ച് AILX. അതായത് നമുക്ക് തന്നേക്കുന്ന ഒരു അറേ തന്നിട്ടുണ്ടാവും. ആ തന്നേക്കുന്ന അറേയുടെ ഇൻഡെക്സ് ആയിരിക്കും. ആ ഇൻഡെക്സിന്റെ എലമെന്റ്സിന് ഡിനോട്ട് എന്താണ് 1 2. ഓർഡർ എന്ന് പറയുന്നത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഈക്വൽ ടു L ആണ്. എക്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തും പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സംഭവം തുടങ്ങുമ്പോൾ ഇഫ് L ഈക്വൽ ടു I, ദെൻ അതായത് നമുക്ക് ഒരു പ്രോബ്ലം, ഇഫ് ഒരു പ്രോബ്ലം സ്മോൾ ആണോ അല്ലയാണോ എന്ന് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഒരു പ്രോബ്ലം ചെറുതാണെങ്കിൽ, അതായത് L ഈക്വൽ ടു I, ദെൻ അങ്ങനെയാണെങ്കിൽ ആ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റിട്ടേൺ ചെയ്യാം. അതല്ലെങ്കിൽ 0, അതായത് അതല്ല ഓക്കെ. അപ്പൊ എൽസ് കണ്ടീഷനിലേക്ക് അടുത്ത എൽസ് കണ്ടീഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ കിട്ടിയ പ്രോബ്ലം വലുതായിരിക്കുമല്ലോ. ചെറുതല്ലെങ്കിൽ അത് വലുതായിരിക്കും. വലുതായ പ്രോബ്ലംസിന് സബ് പ്രോബ്ലംസ് ആക്കണം. സബ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് മിഡ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ചെയ്ത പ്രൊസീജിയർ തന്നെ I + L, അതായത് ലാസ്റ്റ് ഇൻഡെക്സ് പ്ലസ് ഫസ്റ്റ് ഇൻഡെക്സ് ബൈ 2 ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ കിട്ടണ വാല്യൂ തമ്മിൽ കമ്പാരിസൺ നടക്കും. അപ്പോൾ ഇഫ് എക്സ് ഈക്വൽ ടു എഫ് മിഡ് കിട്ടിയേക്കണ വാല്യൂ എന്താണോ ആ വാല്യൂവിനെ റിട്ടേൺ ചെയ്യുക. ആ റിട്ടേൺ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഉള്ള കെനേക്കാൾ ചെറുതാണെന്ന് നോക്കുക. അതായത് എക്സ് ഇപ്പൊ കിട്ടിയേണ്ട വാല്യൂ എക്സ്, ആ എക്സ് എന്ന് പറയുന്നത് ഉള്ള വാല്യൂവിനൊക്കെ ചെറുതാണെന്ന് നോക്കുക. ചെറുതാണെങ്കിൽ
അല്ല വൺ എക്സ് ലെസ് ദാൻ എ മിഡ് എക്സ് എന്ന് പറയുന്നത് നമുക്കുള്ള വാല്യൂ കിട്ടേണ്ട വാല്യൂ ആ വാല്യൂ മിഡിനേക്കാൾ വലുതാണോ നോക്കാം. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം എന്ത് എ ഐ മിഡ് മൈനസ് 1 എക്സ്, അല്ലെങ്കിൽ നമുക്ക് എ മിഡ് പ്ലസ് 1 എൽ എക്സ് റിട്ടേൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ആൽഗോരിതം. അതായത് ആൽഗോരിതം ജസ്റ്റ് നല്ല രീതിയിൽ നോക്കാം. പിന്നെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈസിലി നമുക്കത് കിട്ടും. നമുക്ക് അതിലത്തെ ടേംസിനെ കുറിച്ച് പറയുന്നതാണ്. അതായത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയുണ്ട്, പിന്നെ ഐ എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഇൻഡെക്സ് അറിയാലോ, ജെ എന്ന് പറയുന്നത് എൻഡിങ് ഇൻഡെക്സ്, എയും എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് എന്ത് എലമെന്റ് ആണോ ആ എലമെന്റ്. ഡിവൈഡ് ആൻഡ് കൺകോർഡ് നമ്മൾ ഇതിന് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് പറഞ്ഞാൽ സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇതിനകത്ത് റണ്ണിങ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എനിക്കൊരു 1 ആണെങ്കിൽ ജി ഓഫ് 1 എന്ന് പറയുന്നത് 0 ഓഫ് 1 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. ദെൻ ഇത് നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തേണ്ട പ്രോബ്ലത്തിന് അതായത് മോർ ദാൻ 1 എലമെന്റ്, ഒന്നിൽ കൂടുതൽ എലിമെന്റ്സ് വരുവാണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യണം, സബ് പ്രോബ്ലംസ് ആക്കുക. പിന്നെ അതിനകത്ത് ഒരു റേഞ്ച് എടുക്കുക. റേഞ്ച് എടുത്തതിനായിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യുക. അതിന് 3 പോസിബിലിറ്റീസ് ഉണ്ടാവും. ആ പോസിബിലിറ്റീസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എക്സ് ഈക്വൽ ടു എ ഓഫ് 2, ഒന്നെങ്കിൽ അത് ഈക്വൽ ആവാം, അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടിയ വാല്യൂ ഉള്ള വാല്യൂവിനൊക്കെ ചെറുതാവാം, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതാവാം. നമ്മൾ ബൈനറി സെർച്ച് പറഞ്ഞതാണ്. നമ്മൾ ഇതിന്റെ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ സെറ്റപ്പ് തന്നെയാണ്. അതിന്റെ ഒരു വേറൊരു പ്രോബ്ലം എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്നത് 31 ആണ് നമുക്ക് കിട്ടേണ്ട ആൻസർ. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളില്ലാത്ത 0 മുതൽ 9th ഇൻഡെക്സ് ആണല്ലോ. ഫസ്റ്റ് എന്താ അത് നമ്മൾ പ്ലസ് ചെയ്യാം. 0 പ്ലസ് 9 എത്രയാണ്? 9/2. 9/2 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഫോർത്ത് ഇൻഡെക്സ്. അപ്പൊ therefore ഫോർത്ത് ഇൻഡെക്സ് എടുത്തു. ഫോർത്ത് ഇൻഡെക്സ് നമുക്ക് എന്താണ് 31 കുറവാണ്, 27. അപ്പോൾ ഇത് നമ്മൾ ബിഗിനിങ് ആയിട്ടുള്ള ഇൻഡെക്സ് എടുത്തു 4, അതായത് 4 + 1 ചെയ്യണം. അപ്പൊ 5 ആണ്. 5 നമ്മുടെ ബിഗിനിങ് ഇൻഡെക്സ് ആൻഡ് ലാസ്റ്റ് ഇൻഡെക്സ് 9 ആണ്. അപ്പോൾ 5 to 9 നോക്കാം. 5 to 9 നോക്കുമ്പോൾ നമുക്ക് എന്നാ കിട്ടാം? 9 + 5 14. 14/2 എന്ന് പറയുന്നത് സെവൻത് ഇൻഡെക്സ് ആണ്. സെവൻത് ഇൻഡെക്സ് നോക്കാം. സെവൻത് ഇൻഡെക്സ് എന്ന് പറയുന്നത് 35 ആണ്. നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 31 ആയിരുന്നു നമ്മൾ സെർച്ച് ചെയ്തത്. പക്ഷെ നമുക്ക് കിട്ടിയേക്കുന്നത് നിലവിൽ 35 ആണ്. അപ്പോൾ തെറ്റായിപ്പോയി. അതായത് 31നേക്കാൾ വലുതാണ് നമുക്ക് കിട്ടിയ വാല്യൂ. എങ്കിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അങ്ങനെയെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് നമുക്ക് 35 വരണം. അപ്പോൾ നമ്മൾ നമുക്ക് കണ്ടീഷൻ നോക്കിയ ഉള്ളിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 35 ആണ് കിട്ടിയത് കൊണ്ട് തന്നെ ഒന്ന് മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ 33ലേക്ക് വന്നു. ഓക്കെ, 33 അല്ല, 31നേക്കാൾ വലുതാണ് 33. അപ്പൊ ഒന്നുകൂടി മൈനസ് ചെയ്യാം. അപ്പൊ 15 എക്സ് വരും. 15 എക്സ് നമുക്ക് ഇടേണ്ട ആൻസർ. അപ്പോൾ അത് വെച്ച് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഇത്രയാണ് നമ്മുടെ ലീനിയർ സെർച്ച് ആയിട്ട് വരുന്ന വെച്ചിട്ട് ബൈനറി സെർച്ച്. ഇറ്റ് ഈസ് ലീനിയർ സെർച്ച് ആയിട്ട്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസോ അല്ലെങ്കിൽ കമൻസിൽ എന്തെങ്കിലും കുറവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കമൻസിൽ ചോദിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് പിന്നെയും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. Bye, Learn to Keep YouTube channel. Okay, bye guys.